ഹായ്, ഗ്രേപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു കൃത്യമായ മീറ്റിംഗ് ഷെഡ്യൂളുമായിട്ട് 2 ദിവസം യാത്രയുണ്ടായിരുന്നു. ആ യാത്രയിൽ കുറേ അധികം ഇന്നൊവേഷൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക, അങ്ങനെ ഒരു അവസരമൊക്കെ ആ യാത്ര. പലപ്പോഴും യാത്രകൾ നമുക്ക് വളരെ മനോഹരമാണ്. കാരണം നമ്മൾ ആ സ്ഥിരമായിരിക്കുന്ന ഓഫീസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഈ കാറിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടേ ഇരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് കുറച്ചധികം ചിന്തകളെ തരും. ചില സമയത്ത് നമ്മൾ സ്റ്റക്കായിപ്പോൾ ഒരു വിഷയത്തിൻ്റെ സൊല്യൂഷൻ അവിടെ ഇരിപ്പുണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മളൊരു മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒരു വിഷയത്തിൽ വന്നത് ഇതാണ്. നമുക്ക് ഈ ഇന്നൊവേഷൻസൊക്കെ ഈ ഹോസ്പിറ്റൽ മേഖലയിൽ ഇത്രയും ആവശ്യമാണോ? ഗ്രേപ്സ് ഇച്ചിരി എക്സ്ട്രാ ഓർഡിനറി ചിന്തിക്കുകയാണോ? പക്ഷേ അത് നമ്മൾ കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്തിരുന്ന ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇന്ന് ചികിത്സയിൽ ഒരു ഡോക്ടർക്ക് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് കിട്ടുക എന്നത് വളരെ ഫാസ്റ്റായി മാറി. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ ഒരു ഡയഗ്നോസിസ് വളരെ ഫാസ്റ്റായി കിട്ടി, ആക്യുറസി കൂടി, ഹ്യൂമൻ എറർ കുറയ്ക്കാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞും മനുഷ്യർ അതിൽ നിന്ന് റിസൾട്ട് എടുത്തുകൊണ്ടുവന്ന് പേപ്പറിൽ എഴുതിയും കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തൊക്കെ കൊടുക്കുമ്പോഴും അവിടെ ഹ്യൂമൻ എററുകൾ സംഭവിച്ചിരുന്നു. നമ്മൾ എന്ത് ചെയ്തതിന് ശേഷം അതിനെ ഡേറ്റ ഇൻ്റഗ്രേഷൻ നടത്തി, മിഷൻ റിസൾട്ട് എടുക്കുമ്പം തന്നെ അത് ഇവാലുവേഷൻ നടത്തി സോഫ്റ്റ്വെയറിൻ്റെ ലാബ് റിസൾട്ട് എൻട്രിയിലേക്ക് വരാൻ ചെയ്തു. അപ്പോൾ ഹ്യൂമൻ എറർ അവിടെ നിന്ന് വായിച്ച് ഇവിടെ കൊണ്ടുവന്ന് എൻട്രി ചെയ്യുമ്പോൾ വരുന്ന എററുകൾ കുറയ്ക്കാൻ സാധിച്ചു. ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ ജീവന് കൂടുതൽ സപ്പോർട്ടായി. ആയുസ് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു ലൈഫ് സ്പാൻ അല്ല ഇന്ന്, അത് കൂടിയിട്ടുണ്ട്. അതിന് പിന്നിൽ ഇത്തരത്തിൽ റോബോട്ടിക്സ് ഇന്നൊവേഷൻസ് സഹായകമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റാക്കി കഴിയുമ്പോഴോ അവർ ഒ പിയിൽ ഒരു കൺസൾട്ടേഷൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴോ ഒക്കെ കമ്മ്യൂണിക്കേഷൻ മൊബൈൽ ആപ്പ് വഴി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അടുത്ത എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ട്രാൻസ്പെറൻസി ആ മെഡിസിൻ്റെ കണ്ടിന്യൂഷനെ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു ആൻറ്റിബയോട്ടിക് കിട്ടിയാൽ അത് ആ കണ്ടിന്യൂഷൻ തെറ്റാതെ ഉപയോഗിക്കണമെന്നൊക്കെ അറിയാമെങ്കിലും നമ്മളത് മിസ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നൊരു സാധാരണ കാര്യമായി ഇന്ത്യയിൽ മാറിയിരുന്നു. നമ്മളവിടെ നല്ലൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു. അത്തരത്തിൽ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായി കഴിക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ ഡാഷ്ബോർഡ് അലർട്ടിലേക്ക് അത് എത്തി. അപ്പോൾ നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഒരാളായി നമ്മുടെ കൂടെ സന്തത സഹചാരിയായ നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മളെ ആ മരുന്ന് കൃത്യമായി കഴിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ബൈപ്പാസ് സർജറിയൊക്കെ. വളരെയധികം പണച്ചിലവുള്ളതും ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടുന്നതും എന്നാൽ അനിവാര്യമായതുമായൊരു ചികിത്സാ സംവിധാനമാണ്. അതിലേക്ക് നമ്മൾ ഒരു ഇൻ്റഗ്രേഷൻ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പേഷ്യൻസിന് ബൈപ്പാസ് സർജറിക്ക് ശേഷം പലപ്പോഴും അവരുടെ ബ്ലഡിൻ്റെ ആ ഒരു തിക്നെസ് കൺട്രോൾ ചെയ്യപ്പെടേണ്ട ആവശ്യതയുണ്ട്. ഓവർ തിന്നാകാൻ പാടില്ല, ഓവർ തിക്കാകാൻ പാടില്ല. സോ INR വാല്യൂ ടെസ്റ്റിംഗ് ഒക്കെ നടക്കും. അപ്പോഴും അത് ഒരു എറണാകുളത്ത് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ചിലപ്പോൾ ജീവിക്കുന്നത് ഇടുക്കിയിലായിരിക്കും. ഓൾവേസ് ഈ സർജറി കഴിഞ്ഞ ഡോക്ടറോട് തന്നെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല, നിയറസ്റ്റ് ലാബിലായിരിക്കും ടെസ്റ്റിംഗ് നടത്തുന്നത്. സോ ഈ വാല്യൂ ആ മൊബൈൽ ആപ്പിൽ കൂടെ കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ വാല്യൂ അബ്നോർമലായാൽ ഡോക്ടർ വിൽ ഗെറ്റ് ആൻ അലേർട്ട്. സോ ഡോക്ടറിന് കുറച്ചുകൂടെ കോൺഷ്യസ് ആകാൻ പറ്റും. പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് മാത്രമാണ് ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന പ്രശ്നമോടെ മാറും. അപ്പോൾ ഓരോ ചെറിയ ഇന്നൊവേഷൻസും നമ്മുടെ ലൈഫിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നൊവേഷൻസ് വീണ്ടും കൂടുതൽ കാര്യമായി നടക്കണം. നമുക്ക് ഇന്നറിയാം എപ്പോൾ വേണമെങ്കിലും നമ്മളുടെയൊക്കെ നാട്ടിൻ പുറത്ത് കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മുടെ പ്രകൃതിയുടെ ചൂഷണം നമ്മൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷൻസും നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ജീവൻ്റെ ഒരു കച്ചിത്തുരുമ്പാകാൻ കഴിയുന്ന ഒരു ഇന്നൊവേഷൻ അവിടെ ഉണ്ടെങ്കിൽ അതെത്ര മനോഹരമാണ്.
അപ്പോൾ ഈ ഒരു ചിന്തകളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകാനുള്ള വെളിച്ചം തരേണ്ടുന്നത്. കാരണം നമ്മളെങ്ങനെ സ്വസ്ഥമായി ജീവിക്കുന്നു എന്നതിനപ്പുറം നാളത്തെ തലമുറയ്ക്ക് എന്ത് കൊടുത്തിട്ട് പോകാൻ കഴിയും. ഒന്നോർക്കണേ, നമ്മൾ ഈ ടെക്നോളജിയുടെ മാറ്റത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇന്ന് ChatGPT-യിൽ കൂടെ നമ്മൾ നേടുന്ന അറിവുകൾ അതൊരു ചികിത്സയെക്കുറിച്ചാണെങ്കിലും സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ചാണെങ്കിലും വളരെ വിശകലനം ചെയ്യപ്പെട്ട് ഓഡിറ്റ് ചെയ്യപ്പെട്ട ഡേറ്റയിലേക്ക് അത് മാറപ്പെട്ടിട്ടുണ്ട്. പണ്ട് ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കമൻറ്റ് പറഞ്ഞിരുന്ന പേഷ്യൻ്റ് ആയിരിക്കില്ല ഇനിയത്തെ കാലത്ത് വരാൻ പോകുന്നത്. വളരെ ആക്യുറസി മുന്നിൽ കണ്ടുകൊണ്ട് പ്രെഡിക്റ്റീവ് മെഷേഴ്സിൽ കൂടെ നമ്മളുടെ ഡിസീസിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് സിംറ്റംസ് കൊടുത്ത് എൻ്റെ അസുഖം എന്തായിരിക്കാം എന്ന് വ്യക്തമായ ധാരണയോടുകൂടി വരുന്ന പേഷ്യൻസിനെ നമ്മുടെ OPD-കളിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ OPD-കളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡായ ടൂൾസ് നാളത്തെ നമ്മുടെ ചികിത്സാ സംവിധാനത്തിൻ്റെ അനിവാര്യതയാണ്. നമുക്കൊരിക്കലും ഇത് ചുമ്മാ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ മൊബൈൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളുടെ റീപ്ലേസ്മെൻ്റ് ആയി കഴിഞ്ഞു എന്നുള്ളത്. ആ മൊബൈലൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ സ്റ്റക്കാകുമെന്നുള്ളത്. സോ വരാൻ പോകുന്ന കാലഘട്ടം ഹെൽത്ത് കെയറിൽ വലിയ മാറ്റങ്ങൾ അധിക വിദൂരമല്ലാതെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾക്കായി ഗ്രേപ്സ് റെഡിയാണ്, നിങ്ങളും റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.